ജനാസയുടെ കൂടെ പോകുമ്പോൾ ദിക്ർ ഉറക്കയാക്കുന്നതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. വഹാബികൾ ചെയ്യുന്നത് പോലെ മയ്യത്തിൻ്റെ കൂടെ മൗനമായി നടക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ ഉസ്താദ് പറയുന്നതെന്ന് ചിലർ തെറ്റിദ്ധരിപ്പിച്ചു. അതിലകപ്പെട്ട പലരും ഫോൺ വിളിച്ചും വാട്സപ്പ് വഴിയും, ഇന്നലെ ജുമുഅക്ക് പോയപ്പോൾ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു മാഷ് പോലും പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ പലരും തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് കൃത്യമായി പറയുകയാണ്, മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ ദിക്ർ ചൊല്ലണ്ട എന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. 2 വീഡിയോ ആണ് ആ വിഷയത്തിൽ ചെയ്തത്. രണ്ടും നിങ്ങൾ കേൾക്കുക. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലി കൂടെ പോവുകയാണ് വേണ്ടത് എന്നാണ് ഞാനതിൽ പറഞ്ഞിട്ടുള്ളത്. ശബ്ദമുണ്ടാക്കരുത്, വലിയ ശബ്ദത്തിൽ ചെയ്യരുതെന്നും, ഒരാൾ ഉച്ചത്തിൽ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ അത് അതേപോലെ ഏറ്റുചൊല്ലി ഒരു തെഹ്ലീൽ റാലി സംഘടിപ്പിച്ചതുപോലെ നിങ്ങളാക്കരുത് എന്നാണ് ഞാനതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് ആ വീഡിയോ കേട്ടാൽ മനസ്സിലാവും. എന്നിരിക്കെ എൻ്റെ പേരിൽ അങ്ങനെ ഒന്ന് പറഞ്ഞുണ്ടാക്കിയത് അവരാണ് ചിന്തിക്കേണ്ടത്, ശരിയാണോ എന്ന്. അപ്പോൾ മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ ദിക്ർ ചൊല്ലിയാണ് പോകേണ്ടത് എന്നത് ഇബ്നു ഹജർ മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം റംലി തൻ്റെ നിഹായയിലും പറഞ്ഞിട്ടുള്ളതാണ്. സുന്നത്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വയുസന്നുൽ ഇഷ്തിഗാലു ബിൽ ഖിറാഅത്തി വദ്ദിക്രി സിർറൻ, ദിക്ർ ചൊല്ലിക്കൊണ്ടോ ഖുർആൻ ഓതിക്കൊണ്ടോ ആണ് മയ്യത്തിൻ്റെ കൂടെ പോകേണ്ടത്, പതുക്കെയാണ് ദിക്ർ ചൊല്ലേണ്ടത് എന്ന്, അങ്ങനെ ചെയ്യൽ സുന്നത്താണെന്നാണ് നിഹായയിൽ മഹാനായ ഇമാം റംലി പറഞ്ഞിട്ടുള്ളത്. ഇനിയും പറഞ്ഞാൽ കൻസുൽ ഉമ്മാലിലും ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട്. ഇമാം ദൈലമിയും ഇതേപോലെ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി തആല അലൈഹി ജാമിഉൽ സഗീറിൽ വിവരിക്കുകയാണ് ഒരു ഹദീസ്. അനസ് റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഹദീസാണ്. അക്സിറു ഫിൽ ജനാസത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനാസ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം അധികരിപ്പിക്കണം. അപ്പോൾ കുറച്ചൊന്നും ചൊല്ലിയാൽ പോരാ, പള്ളിയിലെത്തുന്നവരെ ചൊല്ലിപ്പോകണം എന്ന് തന്നെയാണ്. ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മുനാവി, അല്ലാമ മുനാവി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഫൈദുൽ ഖദീറിൽ പറയുന്നു, അക്സിറു ഹാലത്ത തശയ്യുഇക്കും ലിൽ മൗതാ മിൻ ഖൗലിഹാ സിർറൻ, മയ്യത്തിൻ്റെ കൂടെ പോകുന്നവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റിനെ അധികരിപ്പിക്കേണ്ടതാണ്, പതുക്കെ, ശബ്ദമുയർത്തരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഫഇന്ന ബറകത്ത കലിമത്തി ഷഹാദത്തി തഊദു അലൽ മയ്യിത്തി വൽ മുശയ്യിഈൻ, ഷഹാദത്ത് കലിമയുടെ ആ ബറക്കത്ത് മയ്യത്തിനും അനുഗമിക്കുന്ന ആളുകൾക്കും ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല, ഇവിടെ ശബ്ദത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ കാലഘട്ടം എന്നത് പഴയ കാലഘട്ടം പോലെയല്ല. ഇമാം ഷർവാനിയൊക്കെ പറയുന്നുണ്ട്, ഈ ശബ്ദം തീരെ ഉയർത്താതെ വളരെ ശബ്ദം താഴ്ത്തി പോകേണ്ടത്, അതായത് ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നതെന്ന് ഒരു കാഴ്ചക്കാർക്ക് കാണുന്ന വിധം, കാണുമ്പോൾ മനസ്സിലാവാത്ത വിധം വളരെ ശബ്ദം താഴ്ത്തി ദിക്ർ ചൊല്ലി അങ്ങനെ പോവേണ്ടത് ആദ്യകാലത്താണ്. അന്നത്തെ മനുഷ്യന്മാർക്ക് നല്ല ഈമാനും തഖ്വയും മരണത്തെ പറ്റിയുള്ള ഓർമ്മയൊക്കെ ഉണ്ട്. എന്നാൽ ഈ കാലഘട്ടം അങ്ങനെയല്ല. ഈ കാലഘട്ടത്തിൽ ആളുകൾ ദുന്യാവിൻ്റെ വർത്താനം പറഞ്ഞിട്ടാണ് നടക്കുക. ഒരു മയ്യത്തിൻ്റെ കൂടെ പോവുകയാണ് എന്ന ഒരു ബോധം പോലും ഇല്ല. അതൊരു മയ്യത്തിനെ നിസ്സാരപ്പെടുത്തുന്നത് പോലെയാണ്. മയ്യത്തിൻ്റെ അവസ്ഥ, മയ്യത്തിൻ്റെ ഇനി കാണാൻ പോകുന്ന ബർസഖി ലോകത്തെ അനുഭവങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ ഒരു കളി തമാശ പോലെ ദുന്യാവിൻ്റെ വർത്താനം പറഞ്ഞങ്ങനെ പോകുന്ന കാലമാണ്. അപ്പോൾ ഈ കാലത്ത് അല്പം ശബ്ദം ഉയർത്തിയാൽ അതുകൊണ്ട് കാര്യമായ പ്രശ്നമൊന്നുമില്ല എന്ന് മാത്രമല്ല, കറാഹത്താണ്, ശബ്ദമുയർത്തൽ കറാഹത്താണ് എന്ന വിധി പോലും ഈ സാഹചര്യത്തിൽ നീങ്ങിപ്പോകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സുമ്മ ദ്വാഹിറു അന്നഹു ഹൈസു ഖലബ അല ളന്നി
അന്നഷ്തിഗാലഹും ബിൽ ജഹരി ബിദ്ദിക്രി യംനഉ മിൻ മഅസിയത്തിൻ കനഹ്വി ഗൈബത്തിൻ തസൂലുൽ കറാഹ. ഷർവാനി പറയുകയാണ്, ഇനി വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ദിക്ർ ഉറക്കെ ചൊല്ലുകയാണെങ്കിൽ, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ ദിക്ർ ഉറക്കെ ചൊല്ലിയാണ് പോകുന്നതെങ്കിൽ, ജഹറാക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയും മനസ്സിലാക്കണം, ലഗത്വാവാൻ പാടില്ല, അത്യുച്ചത്തിൽ ബഹളം പോലെ ആവരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു മിതമായ ശബ്ദത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് ചൊല്ലിപ്പോവുകയാണെങ്കിൽ അത് യംനഉ മിൻ മഅസിയത്തിൻ കനഹ്വി ഗൈബ, ഗൈബത്ത് പറയുക പോലെയുള്ള ഒരു തെറ്റിൽ നിന്ന് ആ ദിക്ർ ഉറക്കെ ചൊല്ലി പോകുന്നതിനെ തടയുമെന്ന ഒരു അതിഭാവനയുണ്ടെങ്കിൽ, ഖലബത്തുൽ ളന്ന് വേണം, വെറും ളന്ന് പോരാ, ഖലബത്തുൽ ളന്ന് വേണം, അതിഭാവന വേണം. എന്തായാലും ദിക്ർ കുറച്ച് ശബ്ദത്തിൽ അങ്ങ് ചൊല്ലി പോവുകയാണെങ്കിൽ ആൾക്കാരൊക്കെ ദിക്റിൽ കൂടും. ദുന്യാവിന്റെ വർത്താനം, ഗീബത്ത് പോലത്തെ കുറ്റകരമായ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടുമെന്ന ഒരു മികച്ച ധാരണ, അതിഭാവന ഉണ്ടെങ്കിൽ തസൂലുൽ കറാഹത്തു, കറാഹത്ത് തന്നെ നീങ്ങിപ്പോയേക്കാം എന്ന് ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പോൾ ശബ്ദം അല്പം ആവശ്യമെങ്കിൽ ഗീബത്ത് പോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടുമെന്ന ഒരു അതിഭാവന വേണം. ആ സാഹചര്യത്തിൽ ശബ്ദം അല്പം ജഹർ ചെയ്യാൻ ഉയർത്താം. അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മിതമായ ശബ്ദത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ശാന്തമായി ദിക്റും ചൊല്ലി അങ്ങനെ പോവുകയാണ് വേണ്ടത്. അതുമാത്രമല്ല, ബിഗയ പറയുന്നു, വഖദ് അമ്മത്തിൽ ബലവ ബിമാ യുഷാഹിദൂന മിൻ ഇഷ്തിഖാലിൽ മുശയ്യിഈന ബിൽ ഹദീസ് ദുന്യവി. മയ്യത്തിന്റെ കൂടെ നടന്നു പോകുന്ന ആളുകളിൽ ഇന്ന് കാണുന്ന കാഴ്ച, ദുന്യവിയായ വർത്തമാനങ്ങൾ പറയുന്ന ഒരു വിപത്ത്, ഒരു ആപത്ത്, ഒരു മോശം സാഹചര്യം ഈ കാലത്ത് വ്യാപകമാണ്. പലപ്പോഴും റുബമ അദ്ദാഹും ഇലാ നഹ്ബിൽ ഗൈബ, ഗൈബത്ത് പറയുന്നത് പോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് വരെ അവരുടെ സംസാരം എത്തിച്ചേരാറുണ്ട്. ആ സാഹചര്യത്തിൽ ഫൽ മുഖ്താറു ഇഷ്തിഗാലു അസ്മാഇഹിം ബിദ്ദിക്രിൽ മുഅദ്ദി ഇലാ തർക്കിൽ കലാമി ഔ തഖ്ലീലിഹി. ബിഗയ പറയുകയാണ്, അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു നിലപാട് മയ്യത്തിന്റെ കൂടെ പോകുന്നവരുടെ ശ്രദ്ധ ദിക്റിലേക്ക് തിരിച്ചുവിടലാണ് നല്ലത്. എങ്ങനത്തെ ദിക്റാണ്? അൽ മുഅദ്ദി ഇലാ തർക്കിൽ കലാം, ഈ ദുന്യവിയായ വർത്താനം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. അല്ലെങ്കിൽ ഔ തഖ്ലീലിഹി, ദുന്യവിയായ വർത്താനം ഒന്ന് കുറക്കാനെങ്കിലും സാധിക്കുമെങ്കിൽ, ഭൗതിക സംസാരങ്ങൾ ഒന്ന് കുറക്കാനെങ്കിലും സാധിക്കുമെങ്കിൽ അങ്ങനെ ദിക്ർ ചൊല്ലി പോകുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് ബിഗയയിലും പറയുന്നുണ്ട്. ഇതുപോലെ ബുജൈരിമിയും ഇതിന് സമാനമായ വാക്കുകൾ പറയുന്നുണ്ട്. ഇമാം ഷഅറാനിയും ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. ഇമാം നബവി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്കാറിൽ പറഞ്ഞതാണ് പിന്നെ ഓരോരുത്തർ പിടിക്കാറുള്ളത്. അദ്കാറിൽ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിലും അദ്ദേഹം ദിക്റിൽ മുഴുകാനാണ് പറഞ്ഞത്. ആ ദിക്റിൽ മുഴുകാൻ കാരണം അദ്ദേഹം ആ വാക്ക്, ആ ഹദീസുകളും വിശദീകരണങ്ങളും കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച അധ്യായം തന്നെ ജനാസന്റെ കൂടെ പോകുന്ന ആളുകൾ ചൊല്ലേണ്ടത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചൊല്ലൽ നടക്കണം, മനസ്സിൽ ഓർക്കലല്ല, ചൊല്ലൽ നടക്കണം. അപ്പൊ എന്താണ് ചൊല്ലേണ്ടതെന്ന് പറയുന്ന അധ്യായമാണ് അദ്ദേഹം അതിൽ കൊണ്ടുവരുന്നത് തന്നെ. അപ്പൊ ദിക്റിൽ മുഴുകണം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ദിക്റിൽ മുഴുകാനാണ് പറഞ്ഞത്. അവിടെയും അതിശബ്ദം പാടില്ല, സിറൻ പതുക്കെ ചൊല്ലിയാൽ മതി, പരിമിതമായ ശബ്ദത്തിൽ. അതാണ് എല്ലാവരും പറയുന്നത്. ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ദാക്കിറൻ ബിലിസാനിഹി സിറൻ എന്ന് എഴുതിയതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മുജാഹിദ് മൗലവി ജനാസന്റെ കൂടെ പോകുമ്പോൾ ദിക്റിൽ ചൊല്ലുന്നതിനെ സംബന്ധിച്ച് ഷാഫി മദ്ഹബ് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ മൂപ്പര് ഇബ്നു ഹജറിന്റെ ഈ വാക്യം കൊടുത്തിട്ട് പറയാ, നാവ് കൊണ്ട് സ്മരിക്കണം,
നാവ് കൊണ്ട് മരണത്തെ ഓർക്കുകയാണ് വേണ്ടത്. നാവ് കൊണ്ട് മരണത്തെ ഓർക്കുക, മുട്ടുംകാലുകൊണ്ട് ചിന്തിക്കുക, ഞെരിയാണി കൊണ്ട് ആലോചിക്കുക. ചിന്തിച്ചു നോക്കിങ്ങൾ, നാവ് കൊണ്ട് എങ്ങനെ മരണത്തെ ഓർക്കല്? നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുകയാണ് വേണ്ടത് എന്നാണ് ഇബ്നു ഹത്റ പറഞ്ഞത്. എന്നിട്ട് പലരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുസ്തകം വരെ അവർ എഴുതിയിട്ടുണ്ട്. അതിനാൽ ഈ വിഷയത്തിൽ ഇനി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. എല്ലാവരും മനസ്സിലാക്കുക, സുന്നികൾ ചെയ്യുന്നതാണ് പ്രമാണങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്. മുഴുവൻ പണ്ഡിതന്മാരും മയ്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ ദിക്ർ ചൊല്ലിയാണ് പോകേണ്ടത്. അതിശബ്ദത്തിലാവരുത്, ഒരു മിതമായ ശബ്ദത്തിൽ, കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു മിതമായ ശബ്ദത്തിൽ ചൊല്ലി പോകണം. അങ്ങനെ മിതമായ ശബ്ദം വേണമെന്ന് പറയാൻ കാരണം ദുന്യവിയായ സംസാരങ്ങളും പലപ്പോഴും ഗീബത്ത് പോലെയുള്ള തെറ്റുകൾ വരെ സംഭവിക്കുന്ന സാഹചര്യമാണ്. അതിനാൽ എല്ലാവരുടെയും ശ്രദ്ധ ദിക്റിലേക്ക് തിരിച്ചുവിടാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഈ കണ്ട പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.